കാരണം പല ഫ്രൂട്ട്സുകളും കഴിക്കാതെ ഒഴിവാക്കാറുണ്ടോ? എന്നാൽ കഴിക്കേണ്ടതായിട്ട് കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്. ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കഴിക്കേണ്ടത് ആപ്പിൾ ആണ്. ആപ്പിളിൽ ക്യൂർസിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. അലർജിയുടെ ഭാഗമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ഹിസ്റ്റമിന്റെ കൗണ്ട് നല്ല രീതിയിൽ കുറയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, അലർജിയുടെ റിയാക്ഷൻസും കുറയുന്നു. അടുത്തതായിട്ട് കഴിക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സുകളായിട്ടുള്ള ഓറഞ്ച്, മുസംബി, കിവി ഒക്കെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മാംഗോ കഴിക്കാം. ഈ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്റ്റമിന്റെ റിലീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓറഞ്ചിനേക്കാളും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് പേരക്കയിലും അതുപോലെ തന്നെ നെല്ലിക്കയിലുമാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ ഹിസ്റ്റമിൻ നല്ല രീതിയിൽ കുറയുകയും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് സ്ട്രെങ്തൻ ആവുകയും അലർജിയുടെ റിയാക്ഷൻസ് ഒക്കെ നന്നായി കുറയുന്നുണ്ട്. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി എല്ലാം അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. കാരണം അതിൽ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയുന്നു. അടുത്ത് നമ്മൾ കഴിക്കേണ്ടത് പൈനാപ്പിൾ ആണ്. അധികം ആളുകളും വായ ചൊറിയുന്നു, നാക്ക് ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ കഴിക്കാറില്ല. ജനറലി എല്ലാവർക്കും ചെറിയൊരു ചൊറിച്ചിലും ഇറിറ്റേഷൻസ് ഉണ്ടാക്കുമെങ്കിലും പൈനാപ്പിൾ അലർജി ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. പൈനാപ്പിള് ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം നമ്മുടെ ഹിസ്റ്റമിന്റെ കൗണ്ട് നല്ല രീതിയിൽ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദഹനം നല്ല രീതിയിലാവാനും വിറ്റാമിൻ സി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ് പൈനാപ്പിൾ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ പൈനാപ്പിൾ കഴിച്ചു തുടങ്ങിക്കോളൂ. അടുത്തതായിട്ട് പപ്പായയാണ്. പപ്പായ കൂടുതലായിട്ട് വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ദഹനത്തിന് വളരെയധികം നല്ലതാണ്. അലർജിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന. പക്ഷെ അധികം പഴുത്തിട്ടുള്ള ബനാന കഴിയുന്നതും ഒഴിവാക്കുക. ഒരു മീഡിയം പഴുത്തതൊക്കെ കഴിക്കാം. അതും രാത്രി കാലങ്ങളിൽ അധികം കഴിക്കേണ്ട. നിങ്ങൾക്ക് പകൽ സമയങ്ങളിൽ കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് പോംഗ്രനേറ്റ് ആണ്. ഇത് നല്ല രീതിയിൽ നിങ്ങൾ കഴിച്ചോളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പോംഗ്രനേറ്റ്. അടുത്തതായിട്ട് വാട്ടർ മെലൺ ആണ്. അതിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിക്ക് തരികയും ഡ്രൈനെസ് ഒക്കെ പൊതുവെ കുറച്ച് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സ് നോട്ട് ചെയ്തിട്ട് അത് തൽക്കാലം മാറ്റി വെക്കുക. ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതുവഴി തന്നെ നമുക്ക് ഹിസ്റ്റമിന്റെ കൗണ്ട് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക.